നമസ്കാരം, ഞാൻ ഷബാന നൂറുദ്ദീൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. ഫാമിലി കോർട്ടിലെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന അഡ്വക്കേറ്റ് ആരതി അജയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അടുത്ത സമയത്തായിട്ട് ഒരുപാട് ആത്മഹത്യാ കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ സാധിക്കില്ല, മുന്നോട്ടുള്ള ജീവിതം സാധ്യമാവില്ല എന്ന ഒരു ഘട്ടം എത്തുമ്പോൾ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാനാണ് പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നത്. അവരതിനാണ് തയ്യാറാവുന്നത്. വിലപ്പെട്ട അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നതിനോടൊപ്പം അവരുടെ കുഞ്ഞുങ്ങളെയും കൂടി അവർ ആ ഒരു ജീവൻ എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. ഇന്നത്തെ ഈ ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഇങ്ങനൊരു ഘട്ടത്തിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിൽ എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ട്? കൃത്യമായിട്ടുള്ള ഒരു ലീഗൽ സപ്പോർട്ട് കിട്ടില്ല എന്നുള്ളിടത്താണോ സ്വന്തം ജീവിതം നിർത്താം എന്ന രീതിയിലേക്ക് ചിന്തിക്കേണ്ടി വരുന്നത്? ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പം ഉത്ര, വിസ്മയ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ലാസ്റ്റ് കുഞ്ഞിനെയും കൊണ്ട് ആത്മഹത്യ ചെയ്ത അതുല്യ, അഖില, ഇവരെയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇവരാരും സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇവർക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും ഉയർന്നു വന്ന ആൾക്കാരല്ല. ഇവർക്ക് നമ്മൾ ഈ സോഷ്യൽ മീഡിയ തന്നെ നമ്മൾക്കറിയാം, നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ നിന്ന് വളരെയധികം നമ്മളെയൊക്കെ ഒരു പരിധിവരെ നമ്മളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളെന്ന് തന്നെ പറയാം നമ്മുടെ സോഷ്യൽ മീഡിയാസിനെ. നമ്മൾ സോഷ്യൽ മീഡിയ കൂടി ഇതെല്ലാം കാണുന്നുണ്ട്, ഇതെല്ലാം അറിയുന്നുണ്ട്. അപ്പോഴും നമ്മൾക്ക് ഒരു സാഹചര്യം വന്നാൽ എങ്ങനെ തരണം ചെയ്യണം? ഇപ്പൊ സ്കൂളുകളിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൗൺസിലിംഗ് ഉണ്ട്, പേരൻസിന് വേണ്ടിയിട്ട് കൗൺസിലിംഗ് ഉണ്ട്. പക്ഷേ ഒരു പരിധിവരെ ഒരു സ്ഥലങ്ങളിലും ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നുള്ള ഒരു വ്യവസ്ഥിതിയിൽ എത്രമാത്രം എഫക്റ്റീവായിട്ടത് നടക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. കാരണം പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്. ഇപ്പം ക്രിസ്ത്യൻ സാമുദായിക വിഭാഗത്തിൽ അവർക്ക് ഒരു അച്ഛൻ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നടത്താറുണ്ട്. ഇപ്പം നായർ സമുദായത്തിനിടയിൽ കരയോഗങ്ങളുടെ ബേസിസിൽ താലൂക്ക് യൂണിയനുകൾ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങുകളും 2 ദിവസത്തെ കോഴ്സായിട്ട് നടത്താറുണ്ട്. ഇവിടെ എല്ലാം ഇപ്പം നടക്കുന്നത് എന്താണ്? ഓരോ സെഷൻസ് ആയിട്ട് ഒരു 10-15 മിനിറ്റിൽ തീരുന്ന ഒരു കോൺവക്കേഷൻ. ഈ കോൺവക്കേഷനകത്ത് ഇവർ പറയുന്നത് ഫസ്റ്റ് ഒരു എക്കണോമിക് ഇംബാലൻസിങ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോക്കാം, അതല്ലെങ്കിൽ ഒരു ഫാമിലിയിലേക്ക് വന്നാൽ നിങ്ങൾ അവിടെ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യണം, ഇതൊക്കെയാണ്. ഇതൊന്നും ഒരു 10 മിനിറ്റിൽ ഒരു കോൺവെർസേഷനിൽ തീരുന്ന കാര്യമല്ല, എഫക്റ്റീവ് അല്ല. ഇത്രയും എഫക്റ്റീവായിട്ട് കുറച്ചും കൂടി കാര്യമായിട്ട് നമ്മൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാനില്ലാതെ അയാൾ എൻ്റെ കുഞ്ഞിനെ അയാൾ നോക്കില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് ആ പെൺകുട്ടികൾ ഈ കുഞ്ഞുങ്ങളെയും കൂടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ച കേസുകളിൽ തന്നെ ഇപ്പം അതല്ലാതെ സ്വന്തം ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് മക്കളെ കൊന്നിട്ട് പോകുന്ന അമ്മമാരുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഇപ്പം നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും എത്രമാത്രം കേസുകളിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കുട്ടികളെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഗാർഡിയൻ വാർഡ് കേസുകളെ ഏറ്റവും കൂടുതൽ കേസുകൾ പോസ്റ്റ് ചെയ്യുന്നത് ശനിയാഴ്ചകളിലാണ്. ഞാൻ എൻ്റെ കക്ഷികളെടുത്ത് ഈ കുട്ടികളുടെ കാര്യം തന്നെ ഈ സില്ലിയായിട്ട് ബഹളം വെക്കുന്നവരെ കൊണ്ട് ഒരു കാര്യവുമില്ലാതെ ശനിയാഴ്ച രാവിലെ ഞാൻ പറയും, ഒരു കാര്യമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ശനിയാഴ്ച രാവിലെ ഒരു 11 മണിയാകുമ്പോൾ കോടതിയുടെ വാതിക്കലോട്ടൊന്ന് വന്ന് നിൽക്കണം. അവിടെ നിങ്ങൾക്ക് കാണാം ഒരു കൊച്ചിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പിടിച്ച് പറിക്കുന്ന പാരൻസിനെ കാണാൻ പറ്റും. അച്ഛന് ചിലപ്പോൾ ആ അരമണിക്കൂറായിരിക്കും കൊച്ചിനെ കിട്ടുന്നത്. ആ അരമണിക്കൂറിലേക്ക് കൊച്ചിനെ പിടിച്ചു വലിക്കാനുള്ള വ്യഗ്രത, ആ അരമണിക്കൂർ എന്ത് സംഭവിച്ചാലും അവൻ്റെ കൂടെ വിടാൻ പറ്റില്ല എന്നുള്ള അമ്മയുടെ കൂടെ വരുന്ന ആൾക്കാരുടെയും വ്യഗ്രത, ഈ കൊച്ചിനെ പിടിച്ചു വലിച്ചെടുക്കാനുള്ള അച്ഛൻ്റെ ഫാമിലിയുടെയും വ്യഗ്രത, ഇതിനിടയ്ക്ക് വിട്ടു പോകുന്നൊരു കുഞ്ഞിന് ഇവർക്കും മനസ്സില്ലേ? ഏറ്റവും ഇപ്പം നമ്മൾ പറയും ഈ കതിരിൽ കൊണ്ടുവന്ന് വളം വെച്ചിട്ട് കാര്യമില്ലാന്ന്. ആ ഒരു റൂട്ട് എവിടെ തുടങ്ങുന്നു? നമ്മളൊരു പ്ലാന്റിനെ നമ്മൾ എപ്പോഴും സംരക്ഷിക്കേണ്ടത് ആ പ്ലാന്റ് നട്ട് ആ പ്ലാന്റ് ആ സോയിലിൽ അബ്സോർബ് ആയി ആ സോയിലുമായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ചെടിയെ നോക്കേണ്ടത്. അല്ലാതെ ചെടി വളർന്ന് വലിയ മരമായിട്ട് ചെടിക്ക് വളത്തിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ വേര് തെരഞ്ഞു പിടിച്ച് വെള്ളവും വളവും ഉള്ളിടത്തേക്ക് കണ്ടെത്തി പോവാൻ ആ ചെടിക്ക് അറിയാം. ചെടി നടുമ്പോഴാണ് ചെടിക്ക് വെള്ളത്തിൻ്റെയും വളത്തിൻ്റെയും ആവശ്യം വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് ഒരു പേരൻറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ കുട്ടിയുടെ മാനസിക അവസ്ഥ എപ്പോഴും നന്നായിരിക്കേണ്ടത് കുട്ടികളിലാണ്. ഒരു സിംഗിൾ പേരൻറ്റിങ്ങിൽ വളർന്നു വരുന്ന കുട്ടിയുടെ മാനസികാവസ്ഥ ആയിരിക്കില്ല ഒരിക്കലും അച്ഛനോടും അമ്മയോടും ഒപ്പം വളരുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ.
അതെ, അതുപോലെ ഈ മാനസികാവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാം. ഒരു മാരേജ് റിലേഷനിൽ പങ്കാളിക്ക് മെന്റൽ ഡിസോർഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഒരു ഡിവോഴ്സിന് ഗ്രൗണ്ട് ആണല്ലോ. ക്രൂവൽറ്റി, മെന്റൽ ഡിസോർഡർ ഉള്ള ആള് എപ്പോഴും ചെയ്യുന്നത് എന്താണ്? ഒരിക്കലും സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടായിരിക്കത്തില്ലല്ലോ സ്വന്തം മെന്റൽ ഡിസോർഡർ അയാൾ കാണിക്കുക. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് അത് പെൺകുട്ടികൾക്ക് അറിവില്ലായ്മ കൊണ്ടല്ല. ഇപ്പൊ ഇന്ന് അടിച്ചു, നാളെ അതിന് പകരം ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുത്തു, ഒന്ന് സ്നേഹിച്ചു, ഓക്കെ, വീണ്ടും അവര് സിനിമയിൽ ട്രോമ ബോണ്ടിങ് വീണ്ടും ഉണ്ടാകുന്നു. ലവ് ബോംബിങ് പോലെ പിറ്റേന്ന് വീണ്ടും അടിക്കുന്നു. അടി കിട്ടിയാൽ കുറച്ചുകൂടെ സ്നേഹം കിട്ടും. അപ്പൊ ആ ഒരു ട്രാപ്പിൽ പെട്ടുപോയിട്ട് ലാസ്റ്റ് ഇതിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല എന്നുള്ള ഘട്ടം വരുമ്പോഴായിരിക്കില്ലേ ഇവർ ഈ ആത്മഹത്യയിലേക്ക് ഞാൻ ചോദിക്കട്ടെ, നമ്മൾക്ക് ഇപ്പോ ആദ്യത്തെ ഒരു ദിവസം ഓക്കെ, എല്ലാ റിലേഷൻഷിപ്പിലും ഒരു ഫാമിലി റിലേഷൻഷിപ്പിൽ എല്ലാ റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണോ, അതോ ഇപ്പം ഇന്ന് ഹസ്ബൻഡ് അടിച്ചു അല്ലെങ്കിൽ ഇന്ന് വൈഫിന്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടി, തിരിച്ചും സംഭവിക്കാറുണ്ടല്ലോ. അപ്പൊ വൈഫ് എന്നെ അടിച്ചു, അത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യണം. അത് എൻ്റെ കയ്യിലെ മിസ്റ്റേക്കിനല്ല, അവൻ്റെ തോന്നിവാസത്തിനാണ് എന്നെ തല്ലിയതെങ്കിൽ ആ തോന്നിവാസം ഞാൻ എന്തിനും സഹിക്കണം. അല്ല, ഇങ്ങനെ വരുന്ന സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ളവരൊക്കെ വിക്ടിം പ്ലേ ആയിരിക്കും എടുക്കുന്നത്. അതെ, അറിയാതെ വന്നു പോയതാണ് നിന്നോട്. അതെ, അത് 1 തവണ 2 തവണ 3 തവണ, പക്ഷെ അത് കണ്ടിന്യൂസ് ആവുമ്പോഴോ? അല്ല, പലപ്പോഴും പേരൻസ് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ടും പേരൻസ് ആണ് ഇതിനകത്ത് എല്ലാത്തിന്റെയും. ഞാൻ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പറയാം, പേരൻസ് ആണ് ഇതിന്റെ എല്ലാത്തിന്റെ ആണി. കാരണം ഒന്ന് കെട്ടിച്ചു വിട്ടു, അവൻ ക്രൂരനാണ്, പെൺകുട്ടിക്ക് സഹിക്കാൻ വയ്യ. എപ്പോഴും ഇവൻ ഒരു ഇഞ്ചക്ഷൻ ആണെങ്കിൽ പോലും അതിന്റെ പെയിൻ കണ്ടു നിൽക്കുന്നവൻ അറിയില്ല, കുത്തു കിട്ടിയ നമുക്കേ അറിയുള്ളൂ നമ്മൾ പറയും. അതുപോലെ ക്രൂവൽറ്റിയുടെ ഈ മെന്റൽ ഡിസോർഡർ ഉള്ളവന്റെ ക്രൂവൽറ്റി ഡിവോഴ്സിനൊരു ഗ്രൗണ്ടാണ്. ഈ ക്രൂവൽറ്റിയുടെ എത്രമാത്രമാണ് അതിന്റെ എക്സ്ട്രീം ലെവൽ എന്ന് അനുഭവിച്ചവനല്ലേ അറിയുള്ളൂ. കണ്ടുകൊണ്ട് നിൽക്കുന്ന അച്ഛനും അമ്മയ്ക്കും അറിയില്ല. ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ ഒരു ഇഷ്യൂല് പോലും ആ പേരൻസ് എന്താണ് പറയുന്നത്, എൻ്റെ മകളുടെ ഇവിടെ എന്ന് പറഞ്ഞ് ശരീരത്തിന്റെയും മുഖത്തിന്റെയും ഭാഗങ്ങളൊക്കെ കാണിക്കുവാണ്. ഇവിടെയൊക്കെ അവൻ തല്ലിയിട്ട് എൻ്റെ മോൾ എനിക്ക് പിക്ചർ അയച്ചു തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് അപ്പോൾ ആ പേരന്റ് നീ ഇനി അവിടെ നിൽക്കണ്ട എന്നൊരു സ്റ്റാൻഡ് എടുക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പൊ അവരവിടെ ചിന്തിച്ചത്, ഇനി ഒരു സെക്കൻഡ് ഇവിടെ വന്നു നിന്നാൽ ബന്ധങ്ങളുടെ ഇടയ്ക്ക്, സുഹൃത്തുക്കളുടെ ഇടയ്ക്ക്, പിന്നെ ഒരു കല്യാണത്തിന് പോകുമ്പം ചേച്ചിയുടെ മോൾ അല്ലെങ്കിൽ ചേട്ടന്റെ മോൾ ഇപ്പൊ പിണങ്ങി ഇവിടെ വന്ന് നിൽക്കുവാ അല്ലയോ എന്ന് ചോദിക്കുന്നതിന് ഉത്തരം പറയേണ്ടി വരും എന്നുള്ള നാണക്കേട്. പിന്നെ ഒരു കൊച്ചായി, ഈ കൊച്ചു ഭാവിയിൽ ഈ കൊച്ചു തലയിലാവും. ഒരു പരിധി വരെ ഇപ്പം ഈ പെൺകുട്ടി മരിച്ചപ്പോൾ നമുക്ക് ഒരു ഏറ്റവും കൂടുതൽ കണ്ട സെന്റൻസ് നട്ടലുള്ള ആങ്ങളെ ഇല്ല എന്നുള്ളതാണ്. ഈ നട്ടലുള്ള ആങ്ങളയ്ക്ക് ഒരു ഭാര്യയുണ്ട്, ആ ഭാര്യയും കൂടി സപ്പോർട്ട് ചെയ്താലേ ഈ നട്ടലുള്ള ആങ്ങളയ്ക്ക് ഇപ്പുറത്ത് നിന്ന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ ആങ്ങളുടെ കുടുംബത്തിന് വേറെ ഡിവോഴ്സ് കേസിന് പോകേണ്ടി വരും എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഈ സഹോദരനും ഒന്ന് പിൻവലിയും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാകും. ഏറ്റവും കൂടുതൽ ആൾക്കുള്ളുകൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഈ കുഞ്ഞുങ്ങൾ എന്നുള്ള അവസ്ഥയിലേക്കാണ്. ഈ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോട്ടെ, തൊഴിലുറപ്പിന് പോയിട്ട് ജീവിച്ചൂടെ, ഏതെങ്കിലും ഒരു തുണിക്കടയിൽ പോയി നിന്നിട്ട് ജീവിച്ചൂടെ, വിദ്യാഭ്യാസം കുറവാണെങ്കിൽ ഇതൊക്കെ ഈ പിന്നെ എന്താ പറയുക, നമ്മുടെ CV നോക്കിയിട്ട്, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് കിട്ടുന്ന ജോലികളല്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ അങ്ങേ അറ്റത്ത് പോയി നിന്നാലേ ജോലി കിട്ടുള്ളൂ എന്നൊന്നും ഇല്ല. പിന്നെ മിനിമം ഡിഗ്രി എങ്കിലും ഇല്ലാത്ത എത്ര പെൺകുട്ടികളുണ്ട് ഇന്നത്തെ ഈ സാമൂഹ്യ സാഹചര്യത്തിൽ?